ഈ കാണുന്ന നമുക്ക് റെഡ് ആപ്പിൾ പേരയാണ്. നോർമൽ വയലറ്റ് പേരല്ല, സീഡ് കുറവാണ്, വലുപ്പം കൂടുതലുള്ള കായകളാണ്. നമുക്ക് ഫ്ലവറിൽ അല്ലെങ്കിൽ ചെറിയ കായകൾ പിടിച്ച തൈകളൊക്കെ കാണാം. ഇതെങ്ങനെയാണ് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്? നല്ല വെറൈറ്റിയാണ്, കഴിക്കാനാ നല്ല മധുരമാണ്. ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ട് പെർപ്പിളുള്ള തൈകളാണ്, ഗ്രാഫ്റ്റ് തൈകൾ. ഇപ്പം നിലവിൽ ഫ്ലവറിനാണ് തൈകൾ. ഇത് കണ്ട ഫ്ലവർ ആയതിന് അത് ഫ്ലവറാണ്. ഇത് നമുക്ക് നിലവിൽ കായ്ക്കുന്ന മരത്തിൽ നിന്ന് എടുത്തതാണ്. ഈ കാണുന്ന ഫ്ലവറാണ്. പക്ഷേ ഈ സൈസിൽ നമുക്ക് കാ പിടിക്കത്തില്ല. നമുക്ക് തൈ ഒരു 6 അടി 7 അടി ആയിട്ട് കാ പിടിക്കുക നല്ലത്. അങ്ങനെ തൈയുടെ ഗ്രോത്ത് ഒന്നും കൂടി ഒന്ന് കുറയും. ഈ ദുരിയാൻ്റെ കുറേ വെറൈറ്റീസ് വരുന്നുണ്ടല്ലേ? ദുരിയുടെ കുറേ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു പുതിയ വെറൈറ്റിയാണ്. ഏതത്? ഇത് മോന്തോങ് 2 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഏറ്റവും പെട്ടെന്ന് കഴിക്കുന്ന പറയുന്ന വെറൈറ്റിയാണ്. നമുക്കൊരു 2.5 കൊല്ലം കൊണ്ടൊക്കെ കാഴ്ച. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ ഒപ്പം കൊണ്ടുവന്ന തൈകൾ 2.5 കൊല്ലം കൊണ്ട് നിലം മുട്ടി കാച്ചെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇത് ഷെയർ ചെയ്തിടാം. അതായത് നിലത്താണ് കായ കിടക്കുന്നത്, നിലത്താണ്. അതിൻ്റെ സെയിം വെറൈറ്റിയുടെ തൈകളാണ്. പിന്നെ വലുപ്പം കൂടുതൽ പറയപ്പെടുന്നത് അവർ അവകാശപ്പെടുന്നത് 12 കിലോ വരെ വെയിറ്റ് വരുന്നതാണ്. കാരണം ദുരിയൻ 7-8 കിലോയ്ക്കാണ് മാക്സിമം വെയിറ്റ് വരുന്നത്. 4 കിലോ 8 കിലോ വരെയൊക്കെയാണ്. ഇത് 12 കിലോ വരെ വെയിറ്റ് വരുന്നതെന്ന് പറയുന്നത്. സീഡ് തീരെ കനം കുറഞ്ഞ സീഡാണ്. പാവാനൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നോർമൽ ദുരിയൻ ഇത് ബഡ് തൈകളാണ്. ഇത് സീഡ് ഉണ്ടാക്കേണ്ടത് ഇല്ല. സീഡ് വെച്ചാൽ അത് 7-8 കൊല്ലമൊക്കെ പിടിക്കും. 8-10 കൊല്ലം വരെയൊക്കെ പിടിക്കുന്ന തൈകളാണ്. നമുക്ക് ചാമ്പയിലെ പുതിയ വെറൈറ്റികളാണ്. ഏതാണ് ഇത്? ഇന്തോനേഷ്യൻ മധുചാമ്പ. ഇത് പുതിയ എല്ലായിടത്തും ആയിട്ടില്ല. ഇന്തോനേഷ്യ മധുചാമ്പ. ഇതിൽ റെഡും വരുന്നുണ്ട്, വൈറ്റും വരുന്നുണ്ട്. ഇത് വലിപ്പം നല്ല വലിപ്പം വരുന്നു അല്ലേ? വലിപ്പം നമുക്കിത് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഒരു 2-3 മാസമൊക്കെ ആയിട്ടുള്ള വന്നു തുടങ്ങിയിട്ട്. കാച്ച റിസൾട്ട് അറിയില്ല. ഇത് അതിൻ്റെ തന്നെ വൈറ്റാണ്. മധുചാമ്പയുടെ വൈറ്റ്. നമസ്കാരം. ഞാൻ വീണ്ടും ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ മുരളി നഴ്സറിയിലാണ്. മുടിക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ബീച്ചിലോട്ട് പോകുന്ന വഴി. നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 4-5 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആണ്. പേരകളായിട്ടും ചാമ്പ, അതുപോലെ ഞാവൽ വെറൈറ്റികൾ, പിന്നെ നമ്മൾ റെയർ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ നല്ലൊരു കുളമൊക്കെ ഉണ്ട്. നല്ല നന്നായിട്ട് മഴ പെയ്തില്ല. നമസ്കാരം. എന്തുണ്ട്? തെങ്ങുകളാണ്. നമുക്ക് കുറ്റിയാടി ഐറ്റംസ്. കുറ്റിയാടി ഉണ്ട്, മലേഷ്യൻ കൊള്ളനുണ്ട്, ഡീൻ ടുട്ടി. അത് ശരി. കുറ്റിയാടി കൂടുതലായിട്ട് ചെയ്യണ്ടോ അവിടെ? ഇല്ല, കുറ്റിയാടിക്ക് ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഒരു സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. കുറ്റിയാടി, മലേഷ്യൻ, ഗംഗാവൺ ഉണ്ടാവാറുണ്ട്. ഗംഗാവട ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് എന്ത് റേറ്റ് വരുന്നുണ്ട്? കുറ്റിയാടിക്ക് നമുക്കിവിടെ റേറ്റിൽ വരുമ്പോൾ 100 രൂപ. അത്രേ ഉള്ളൂ? മലേഷ്യനൊക്കെ ആകുമ്പോൾ 150. ഡീൻ ടുട്ടി വരുമ്പോൾ 200. ഗംഗാവണ്ട 200 പക്ഷെ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. ഇത് മറ്റേ ചെന്തങ്ങ് അതൊക്കെ വരുമ്പോൾ 125. ഇത് എന്തത്? ഇത് ഗാർഡൻ ചെടിയല്ലേ? ഇത് പെയിന്റിംഗ് ബാമ്പ് എന്ന് പറയും. ഫെൻസിങ് ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ്. അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പാണ്. ഒരാളുടെ ഒക്കെ ഹൈറ്റ് ഉണ്ടാവും. ഉള്ളുള്ള തൈകള് ഈ വലിപ്പമൊക്കെ അത്യാവശ്യം ഉണ്ട്. ട്രിം ചെയ്ത് കൊടുക്കണം, കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ മറ്റേ മുള പോലെ പൊന്തി പോവില്ല. ഇത് ചെറിയ ടൈപ്പ് അല്ലേ. നമുക്ക് ഫെൻസ് പോലെയൊക്കെ ഒരു ചെറിയ ഗ്യാപ്പിട്ട് വെക്കാന്നുണ്ടെങ്കിൽ മതിൽ പോലെ അങ്ങോട്ട് കാണാത്ത രീതിയിൽ ഫില്ലായി കിട്ടും, ഗ്യാപ്പ് ഫില്ലായി കിട്ടും. ഇത് ഓർണമെന്റ് ആയിട്ട് വെക്കുന്നത് ഗോൾഡൻ ബാമ്പ് എന്ന് പറയും. ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളതായിട്ട് ചിലവുള്ളതായിട്ടുള്ള ബാമ്പാണ്. നമ്മുടെ നോർമൽ മഞ്ഞ പോലെ പൊന്തി പോവില്ല. അതായത് എന്താ ബുഷായിട്ട് നമുക്കൊരു കുറേ കഴിയും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വലുതാവില്ല. ഹൈറ്റ് വരും, പക്ഷെ നമുക്ക് കമ്പ് ജില്ലി പൊട്ടി മറിഞ്ഞു വിടാൻ അങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ടേ പോകുള്ളൂ. ഇതൊക്കെ ഒരു ഡൽഹരി ചാമ്പയാണ്. ഡൽഹരിയുടെ വലിപ്പമുള്ള തൈ. ഇതിലൊക്കെ കായ് നടന്ന സീസണിലൊക്കെ കാച്ച തൈകളാണ്. അത്യാവശ്യം ഉണ്ടാ ഒരാളുടെ ഹൈറ്റ് ഒക്കെ ഉള്ള തൈകളൊക്കെ ഉണ്ട്. ഇത് എത്ര റേറ്റ് വരുന്നത്? നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ 1000 രൂപ. ഇവിടെ ഇന്റർമംഗള ഉണ്ട്, പിന്നെ മോഹിത് നഗറുണ്ട്, ഇന്റർമംഗള. അതെന്താ ചെറിയത്? അത് പ്ലാവില്ല, വിയറ്റ്നാം മെർലിയുടെ. ചെറിയ പൈസ ഉണ്ടാവുള്ളൂ ഇത് ചെറുത്. പിന്നെ റെഡ് പാം ഉണ്ട്. നമുക്ക് ജബോട്ടിക്ക ഒരു ഏറ്റവും ചെറുതല്ല, അതിൻ്റെ തൊട്ട് മീഡിയം സൈസാണ്. ഇത് റെഡ് ഹൈബ്രിഡിൻ്റെ വെറൈറ്റികളാണ്. റെഡ് ഹൈബ്രിഡ്. റെഡ് ഹൈബ്രിഡ്. ഇതിൻ്റെ ചെറുതൈകൾ നമുക്കുണ്ട്. ഏകദേശം 1 കൊല്ലത്തോളൊക്കെ. ഈ ഗ്രോത്തിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീരെ ചെറുതൈകൾ. ഈ ഗ്രോത്തിൽ നിന്ന് പിന്നെ പെട്ടെന്ന് 2 കൊല്ലം കൊണ്ടൊക്കെ നമുക്കൊരു 5 അടി സൈസായി കിട്ടും. ഇത് 2 കൊല്ലം മതിയല്ലേ? അത് 2 കൊല്ലം മതി. ഇതിപ്പോൾ ഏകദേശം 1 കൊല്ലത്തിന് മീതെ പഴക്കമുള്ള ടൈപ്പ് തൈകളാണ്. ഇതൊക്കെ ചെറുനാരകത്തിൻ്റെ വെറൈറ്റിയാണ്. സാധാരണ മാർക്കറ്റിലുണ്ട്. വീഡിയോ ഉണ്ടായിരുന്നു കൊമേഴ്സ്യലായിട്ട് ഇത് ചെയ്യുന്ന. പുറത്തൊക്കെ നമ്മുടെ നാട്ടിലാണ് കൂടുതൽ സീഡ്ലെസ്. പുറത്ത് ആന്ധ്ര, തമിഴ്നാട്, കർണാടകയിലൊക്കെ
മാർക്കറ്റ് ലെമണും ഈ ബാലാജി ലെമണൊക്കെയാണ് ചെയ്യുക. ശരി ശരി. ബാലാജി പറയും മുള്ളുണ്ടാവും, ഇതാകുമ്പോൾ നമുക്ക് മുള്ളില്ലാത്ത വെറൈറ്റിയാണ്. നോർമലി നമ്മുടെ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന വെറൈറ്റി ഇതാണ് മാർക്കറ്റ് ലെമൺ. റംബൂട്ടാൻ്റെ N80 വെറൈറ്റിയാണ്. N80 ആണല്ലേ? ചെറിയ തൈകൾ കേട്ടോ, ചെറു തൈകൾ. ഇതൊക്കെ അത് തന്നെയാണ്. ഒക്കെ റംബൂട്ടാൻ്റെ ഇതുള്ളല്ലോ. ഇതും ഇതല്ലേ വെരിഗേറ്റഡ് ബാമ്പു, ബാമ്പൂലത്തെ വെരിഗേറ്റഡ്. നല്ല വീതി കൂടിയ ഇലയാണ്. നോർമൽ വൈറ്റ് ചെറിയ ഇലയാണ്. അതിൻ്റെ തന്നെ വീതി കൂടിയ ടൈപ്പ് അല്ല. ഇതിൻ്റെ ചെറുതൈകൾ നമുക്ക് അവൈലബിൾ ആണ്. ഉണ്ടല്ലേ? ചെറുതുണ്ട്. ഇതൊക്കെ നമുക്ക് മുസംബിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് ചൈനീസ്. പെട്ടെന്ന് കായാവും. ഓവർ വലുപ്പം ഉണ്ടാവില്ല കായ, പക്ഷെ എണ്ണം കൂടുതൽ പിടിക്കും. ഓവർ ഹൈറ്റ് വരാതെ നല്ല ബുഷായി നിന്നോളും. ഇത് റംബൂട്ടാൻ N80. പിന്നെ ബാക്കിൽ കണ്ടാൽ നമുക്ക് മുരായ, അത് മറ്റേ ഗാർഡൻ പ്ലാന്റ് അല്ലേ? മുരായ. ഇത് നേരത്തെ പറഞ്ഞ ഈ മാർക്കറ്റ് ലെമണിൻ്റെ വലുപ്പമുള്ള തൈകളാണ്. ഇതിൻ്റെ വലുത് ഈ ചെറിയ വലിയ രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ ആ ജാതി തൈകൾ കൊണ്ടുവെക്കണം. കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് കായാവും. ഇതിനെപ്പോലെ ടൈം എടുക്കില്ല. ഇത് കണ്ടത് ഇത് ഫ്ലവറാണ്. ഈ വരുന്നതൊക്കെ ഫ്ലവറാണ്. അവിടെയൊക്കെ ഉണ്ട് ഫ്ലവർ. അമ്മയ്ക്ക് ഫ്ലവർ അതന്നെ, ആ കാണുന്ന ഫ്ലവറാണ്. ഇതൊക്കെ ആകുമ്പോൾ സമയം എടുക്കും. മാക്സിമം 6 മാസം കൊണ്ടൊക്കെ നമ്മൾ അടുത്ത വേനൽക്കാലമായ കാച്ചു തുടങ്ങും. ശരിയാ. ഇവിടുന്ന് വന്നെടുക്കലല്ലേ കൂടുതൽ? നമുക്ക് ഡെലിവറി കാര്യങ്ങൾ അങ്ങനെയില്ല. കൊറിയറും ഇല്ല, കൊണ്ടു കൊടുക്കുന്ന പരിപാടിയില്ല. സപ്ലൈ ഇല്ല, വന്നെടുക്കേണ്ടി വരും. നമ്മൾ പിന്നെ കൂടുതലുണ്ടെങ്കിൽ വണ്ടികൾ അയക്കാറുണ്ട് ഇവിടെ നിന്ന്. അല്ലാതെ റൂട്ടിൽ അതായത് സപ്ലൈ അങ്ങനെ ഇറക്കി പോകുന്ന പരിപാടിയില്ല. ഒരു പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 പാർട്ടികൾ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സെപ്പറേറ്റ് വണ്ടിയായിട്ട് അങ്ങനെ വിടാറുണ്ട്. ഇത് ശരിക്കും തൃശ്ശൂരിൽ നിന്ന് പീച്ചിലോട്ട് പോകുന്ന വഴി മുടിക്കോട് 1.5 കിലോമീറ്റർ ഉള്ളൂ. മണ്ണുത്തിൽ നിന്ന് കറക്റ്റ് ഒരു 6 കിലോമീറ്റർ, ഹൈവേന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട്. പിന്നെ ഇവര് ഈ ഒരു ഗാർഡൻ അല്ല, വേറൊരു ഗാർഡൻ കൂടി പാലക്കാട് 2 ഫാം ഉണ്ട്. പാലക്കാട് ഇവിടെ ഒരെണ്ണം കൂടി ഇല്ലേ? തൃശ്ശൂർ തന്നെ? തൃശ്ശൂരില്ല, പിന്നെ പാലക്കാടാണ്. 2 ഫാം പാലക്കാട്, ഇവിടെ ഒരെണ്ണം തൃശ്ശൂർ. ഓക്കെ ഓക്കെ. ഇതെന്താ ഈ പൂട്ടുന്നത്? ഇതും ചെറുതാരം തന്നെയാണ്. നേരത്തെ മാർക്കറ്റ് ലെമൺ തന്നെ സ്വല്പം കൂടി വലുപ്പമുള്ള ടൈപ്പാണ്. 3 ടൈപ്പ് ഉണ്ടല്ലേ? നമ്മൾ കാണാൻ മാതളത്തിൻ്റെ വെറൈറ്റിയാണ്. ഭഗവാ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സൂപ്പർ ഭഗവാൻ. സൂപ്പർ നോർമൽ ഭഗവാൻ. അത് കായ, അത് ഫ്ലവറാണ്. ഇതിന് വിട്ടാൽ കായാവും. ഈ പൂ കഴിഞ്ഞ് പോയാൽ കായായിട്ട് മാറും. ഇതൊക്കെ എത്ര സമയം എടുക്കുന്നുണ്ട് കായ്ക്കാൻ വേണ്ടിയിട്ട്? സീസണില്ല. മാക്സിമം നമുക്കൊരു ചെറിയ തൈക്കാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് കായ്ച്ചു. വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ കാപ്പിടത്ത് നന്നായി. ഇതല്ല മറ്റേ നല്ല റെഡ് കളർ ഉള്ള റെഡ് കളർ ടൈപ്പ്, നല്ല ഫ്ലഷ് ഉണ്ടാവുന്ന സംഭവം. നമ്മൾ വൈറ്റ് ഷെയ്ഡല്ല. ഓർണമെന്റൽ ഐറ്റംസ്, ഇൻഡോർ ഐറ്റംസ്, അഗ്ലോണിമ. നേരത്തെ പറഞ്ഞ ഭഗവയുടെ ചെറുതൈകളാണിത്. ഇതെങ്ങനെ റേറ്റ്? ഇത് നമുക്കൊരു 70 രൂപ. സൈസൊക്കെ ആണെങ്കിൽ 350 രൂപ വലുപ്പം. വലുത് ജാതി തൈകള്, ജാതി, മുരിങ്ങ. മുരിങ്ങ നമുക്ക് പെട്ടെന്ന് കഴിക്കുന്ന വെറൈറ്റിയാണ്. 5 മാസം 6 മാസം കൊണ്ട്. സാധാ വെറൈറ്റി അല്ല, സാധ്യല്ല. നമുക്ക് വലുപ്പം കൂടി വെറൈറ്റി, നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന വലുപ്പമുള്ള കായയുടെ വെറൈറ്റിയാണ്. സീസണോ കാര്യങ്ങളില്ല, കാച്ചു തുടങ്ങി പിന്നെ സ്ഥിരമായിട്ട് ഉണ്ടായിക്കോളും. നമ്മൾ നേരത്തെ ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡിന്റെ ചെറുതൈകൾ. ചെറുത് വളരെ ചെറുതല്ലേ? ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതൊക്കെ നമുക്ക് റേറ്റിൽ ഒരു 300-350 ഉള്ളിൽ. ഇത് ഏകദേശം ഒരു കൊല്ലം പിടിച്ച തൈയാണ് നേരത്തെ അവിടെ കണ്ടത്. ഇതൊക്കെ ജബോട്ടിക്ക. ഇതൊക്കെ റെഡ് ഹൈബ്രിഡ് തന്നെ? ഒക്കെ റെഡ്. പിന്നെ ആണത് ഈ മരമായിട്ട് വെക്കുന്നവർക്കുള്ള മട്ടി, മഹാഗണി, പാർക്കുകളിലൊക്കെ വെക്കുന്ന മരത്തിന് വേണ്ടി. ഇത് ഈട്ടി എന്ന് പറയും. തടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാ. അവിടെ ഇഷ്ടം പോലെ ജബോട്ടിക്ക പറയുന്നുണ്ട്, ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. കാപ്പി തൈകളാണ്. കാപ്പിയുടെ അതിൽ കൊക്കോയുണ്ട്. അതുണ്ട്. കാപ്പിയും കൊക്കൊക്കെ ചെയ്യണ്ടല്ലോ. കൊക്കോയ്ക്ക് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. കൊക്കോയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു. ആ സമയത്ത് നല്ല എൻക്വയറി ഉണ്ടായി. ഇതൊക്കെ തന്നെ? അത് കാപ്പിയാണ്. മംഗോസ്റ്റിന്റെ വലിയ തൈകളുണ്ടോ? മംഗോസ്റ്റിന്റെ വലിപ്പമുള്ള തൈകളുണ്ട്. ഇതൊക്കെ എത്ര കൊല്ലെത്തിയതാ? ഇതൊക്കെ 4 കൊല്ലത്തിന് മീതെ ബാക്കിയുള്ള ടൈപ്പ് തൈകളാണ്. ഒരാളുടെ ഒരു ഹൈറ്റ് ഉണ്ടാവും. 4 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇനി ഒരു 4 കൊല്ലം കൂടെ വേണം കായ്ക്കാൻ അല്ലേ? 3.5-4 കൊല്ലം. 4 കൊല്ലത്തിന് മീതെ പഴക്കം ഉണ്ടാവും. എന്നാലും ഏകദേശം ഒരു 3 കൊല്ലം 4 കൊല്ലം ഇനി പിടിക്കും കായ്ക്കാനായിട്ട്. ഇത് ശരിക്കും നേരത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്തായിരുന്നു മംഗോസ്റ്റ് വന്നായിരുന്നല്ലോ. അത്ര സക്സസ് അല്ല. അതായത് ഒന്നാമത് മാംഗോസ്റ്റ് നമ്മൾ ഗ്രോത്ത് കുറവാണ്. ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഗ്രോത്ത് കുറയും. അങ്ങനെയുണ്ട്. അത് പെട്ടെന്ന് കായ്ക്കും. നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ ചെറുതായി തന്നെ ഒരു 2 കൊല്ലം കൊണ്ടൊക്കെ നമുക്കൊരു 2.5 അടി 3 അടി തൊട്ട് കാച്ചു തുടങ്ങും. ഇതൊക്കെ ആകുമ്പോൾ ഇനി ഒരു 4 കൊല്ലം പിടിക്കും. ഒരു 12 അടി 15 അടി ഉയരാവും കാച്ചു തുടങ്ങുമ്പോൾ. നമ്മൾ കാണുന്നത് റെഡ് ലേഡി പപ്പായാണ്. ചെറുതൈകൾ. ചെറുതിന് തൊട്ട് മുകളിലത്തെ തൈകളുണ്ട്. ഇതും അതന്നെ റെഡ് ലേഡി തന്നെ. നിങ്ങളെടുത്ത ഈ മലേഷ്യന്റെ നീളത്തിലുണ്ടോ മഞ്ഞ? ഗോൾഡൻ പപ്പായ ഉണ്ട്. ഈ കാണുന്നത് ഗോൾഡൻ പപ്പായ. ഇത്
നമുക്ക് ഇതൊക്കെ വരുമ്പോൾ 30 രൂപയാണ്. 30 രൂപ അല്ലേ? ശരി. പിന്നെ ഇതിലങ്ങ് പോകല്ലേ? ഇത് നമ്മൾ അന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്ന ജബോട്ടിക്ക വെറൈറ്റികളാണ്. ഏതൊക്കെ വെറൈറ്റി ആണ്? കൊടുക്കാനുള്ളത്? കൊടുക്കാനുള്ള സെയിലുള്ളതാണ്. ഇതിൽ കുറേ വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ 6 വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. ഗ്രീൻ ക്രിസ്റ്റൽ ഉണ്ട്, പിത്രാന്ത ബ്രാങ്ക, ബ്ലാക്ക് പേള്. ഗ്രീൻ ക്രിസ്റ്റൽ ഞാൻ ഒരു ദിവസം ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ്. നല്ല അത് കായത്തിൽ വലിപ്പം കുറവാണെന്ന് മാത്രം. പക്ഷെ ഒരു റെഡ് ഹൈബ്രിഡ് പോലെ വേറെ ടേസ്റ്റ് മധുരം കൂടുതലാണ്. ഇതൊക്കെ അത് തന്നെ. ഇതൊക്കെ ഫ്ലവർ ചെയ്തിട്ടുള്ള തൈകളാണ്. അതെ. ഇതിൽ നമുക്ക് ഫ്ലവർ കാണാം. ഇതൊക്കെ ഫ്ലവറാണ്. ശരി ശരി. ഒരു 5-8 പ്ലാന്റുകൾ നമുക്ക് ഫ്ലവർ ചെയ്ത് ഇരിപ്പുണ്ട് ഇതിൽ. ഇതൊക്കെ ഫ്ലവറാണ്. പിന്നെ അങ്ങനെ ഒരു സീസൺ ഒന്നുമില്ലല്ലേ? കാച്ചു തുടങ്ങി ഫ്ലവർ ചെയ്ത് തുടങ്ങിയ പിന്നെ സീസണില്ല, എപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ കാണുന്ന റെഡ് ഹൈബ്രിഡിൻ്റെ തൈകളാണ്. വലുതല്ലേ? 6 വെറൈറ്റി ഇരിക്കുന്നത്. റെഡ്, എസ്കാർലറ്റ്, പ്രിക്കോസി, 6 വെറൈറ്റി ഉണ്ട്. ഗ്രീൻ ക്രിസ്റ്റൽ, പിത്രാന്ത ബ്രാങ്ക, ബ്ലാക്ക് പേള്. ഇതൊക്കെ പിന്നെ റെഡ് ലൈമിൻ്റെ ഉള്ള റെഡുള്ള ലെമണിൻ്റെ. ഇതൊക്കെ വരുമ്പോൾ 200 രൂപ. ഇത് മറ്റേ ഇതല്ലേ മിൽക്ക് ഫ്രൂട്ട് അതിൻ്റെ വലിയ തൈയല്ലേ? അത് ഫ്ലവറിംഗ് ഉള്ളതാണ്. അല്ല, ഇത് ഗ്രീനാണ്. ഗ്രീനിൻ്റെ തന്നെ ഫ്ലവറിംഗ് ഉള്ള തൈയാണ്. ഫ്ലവറാ അല്ല പറഞ്ഞാൽ? ഇത് ഫ്ലവറല്ലേ? ഫ്ലവറാ. ഇതൊക്കെ മാവിൻ്റെ വെറൈറ്റി. മാവിൻ്റെ ഇതൊക്കെ നമുക്ക് ജംബോ റെഡ് അല്ലെങ്കിൽ R2 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. R2 ഇതിൻ്റെ വലിയ തൈകളുണ്ട് നമുക്ക്. പിന്നെ ഈ കാണുന്നത് നാംഡോക്ക് മൈയുടെ പെർപ്പിള്. ശരിയാണ്. ഇതിൻ്റെ ബാക്കിൽ ബ്രൂണേക്കിങ്. പിന്നെ ഇതൊക്കെ റെഡ് ഡ്രാഗൺ. അത് നേരത്തെ ഉണ്ടായിരുന്നേ മാവ്? ഇത് ജിഫി എന്നൊക്കെ പറയും. അതല്ലേ? നമുക്കതിൽ വരുന്നത് പക്ഷേ നിലവിലുള്ള മാവുകളാണ്. ശരി. പിന്നെ ഇതൊക്കെ നാംഡോക്ക് മൈയുടെ ഗ്രാഫ്റ്റ് തൈകളാണ്. ഇതിന് സ്വല്പം ചെറുതൈകളുണ്ട്. അതിൽ ചെറുതുണ്ട്, വലുതുണ്ട്. ഇതിപ്പോൾ ഉള്ളത് മീഡിയം സൈസാണ്. അത് എന്തത്? ബുഷ് ഓറഞ്ച്? അത് ബുഷ് ഓറഞ്ചിൽ വെരിഗേറ്റഡാണ്. പുളിയുള്ളതിൻ്റെ തന്നെ ഏതാ? റീറ്റെയിൽ വരും നമുക്ക് 250 രൂപ. ശരി. വലിയ തൈ. എൻ്റെ കടവണ്ണം കണ്ട. പിന്നെ നേരത്തെ കണ്ട ചൈനീസ് മുസംബിയുടെ ചെറുതൈകൾ. പിന്നെ അതൊക്കെ ഏതാ വെറൈറ്റി മാവുകൾ? അതിന് നമുക്ക് കാട്ടിമണുണ്ട്, മല്ലിക, കാട്ടിമൺ. ഇതൊക്കെ ഒരു 2 അടി. എത്ര വില ഉണ്ടത്? നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ 200 രൂപ. ശരി. പിന്നെ ചക്കാപ്പത്തുണ്ട്, മല്ലിക. പിന്നെ ഇങ്ങോട്ട് കുളമ്പ്. ഇതൊക്കെ വളരെ ചെറിയ കേട്ടോ. ഒരു 1.5 തൈകൾ നമുക്ക് ഇന്ന് വരുന്നു, നാളായിട്ട് തൈകൾ വരുന്നുണ്ട്. ഒരു 4 വെറൈറ്റി നാടൻ വെറൈറ്റികൾ വരുന്നുണ്ട്. മൂവാണ്ടൻ, പ്രിയൂര്, കോട്ടൂർക്കോണം. ഇത് തായ് വസ്ത്ര എന്ന് പറയും. ഓൾ സീസൺ വെറൈറ്റിയാണ് തായ് വസ്ത്ര. പിന്നെ അത് ചന്ദ്രകാരൻ, നമുക്ക് ഈ നാട്ടു വെറൈറ്റി കടുമാങ്ങ ആയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ്. ഇത് മൈലാപ്പൂ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റിയാണ്. നമ്മൾ കാണുന്നത് കുറ്റ്യാടി, തെങ്ങ് വെറൈറ്റിയുടെ തൈകളാണ്. അത് വലുപ്പമുള്ള തൈകളാണ്. ഏകദേശം 2-2.5 കൊല്ലമൊക്കെ പഴക്കമുള്ളതാണ്. ഇത് കവറിലായ കാരണം ഇങ്ങനെ നമ്മൾ നിലത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നുകൂടിയൊക്കെ കട വിരിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം നമ്മൾ ഇല നോക്കുകയാണെങ്കിൽ ഒരു 8 അടി 10 അടിയോളം ഹൈറ്റുള്ള തൈകളാണ്. അത്യാവശ്യം നമുക്ക് വലിയ തൈകൾ വേണ്ടവർക്ക്, അല്ലെങ്കിൽ വെള്ളം കെട്ടുന്ന സ്ഥലത്ത് ചെറുത് വയ്ക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ തൈകൾ വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരുപാട് നഴ്സറിയിൽ 1000 പീസ് വരെയൊക്കെ ഈ സൈസ് സ്റ്റോക്ക് നമുക്ക് ഇരിപ്പുണ്ട്. നമുക്കാണെങ്കിൽ റേറ്റ് ആന്ധ്രന്നൊക്കെ വരുമ്പോൾ വലിയ റേറ്റ് വരുന്ന ടൈപ്പ് തൈകളാണ്. നമ്മൾ റീറ്റെയിലൊക്കെ ഒരു 600-700 മുതൽ ഇത്ര വലുപ്പമുള്ള തൈകൾ, അത്യാവശ്യം ഒരു 10 അടിക്ക് വലുപ്പമുള്ള തെങ്ങും തൈകൾ. ഇത് വിയറ്റ്നാമിലാണ്. കുറച്ച് വലിപ്പമുണ്ടല്ലേ തൈ? വലുപ്പമുള്ള തൈകളാണ്. ഇതിന്റെ ചെറുതൈകളും ഇല്ല? ഇതിന്റെ ചെറുതൈകളുണ്ട്. മുന്തിരിയിൽ ഏത് വെറൈറ്റി? ബ്ലാക്ക് സീഡ്ലെസ്. പെട്ടെന്ന് കായ്ക്കണോ? പെട്ടെന്ന് കായ്ക്കണ വെറൈറ്റിയാണ്. ഇത് മറ്റേ ബ്ലാക്ക്ബെറി ആണോ? ബ്ലാക്ക്ബെറി. പിന്നെ ഇത് മുരിങ്ങ അല്ലേ? അല്ല, ഇത് നമുക്ക് നീലാമുരിയുടെ തൈകളാണ്. ശരി. ഇലക്ക് വേണ്ടി ഉപയോഗിക്കണം അല്ലേ? വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി, എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടൊക്കെ. ഇതൊക്കെ പെപ്പറിൻ്റെ നമുക്ക് കരിമുണ്ടയുണ്ട്, പന്നിയൂരുണ്ട്. ഇനി ഇവിടെ ബട്ടർ അല്ലേ? ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇത് നമ്മളിവിടെ കായ്ക്കുന്ന വെറൈറ്റിയാണ്. ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന വെറൈറ്റി. ഇത് ക്രാഫ്റ്റ് ആണല്ലേ? ക്രാഫ്റ്റ് തൈകൾ. ഇതിപ്പോൾ തൈകൾ വന്നതൊക്കെ ഒരു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ട് വേണം. ഈ ഇരിക്കുന്ന തൈകളാണ് ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ വരുമ്പോൾ ലോസോപ്പോ, നമ്മുടെ ചക്കരപ്പഴം എന്നൊക്കെ പറയും. ശർക്കരപ്പഴം. അതിൽ ലെയർ തൈകളാണ്. പെട്ടെന്ന് ഇതൊക്കെ ഒരു 350 വരുന്ന ടൈപ്പ് തൈകളാണ്. 2 കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കും. 2 കൊല്ലം മതി. ഇവിടെയൊക്കെ എന്താണ് ഇത്? മൂട്ടിപ്പഴത്തിൻ്റെ തൈകളാണ്. ജബോട്ടിക്കാവ, മൂട്ടിപ്പഴം.
ശരി. കരോണ്ട ചെറി നമ്മുടെ ബേക്കറി ചെറിയില്ലേ, ബേക്കറി ചെറിയിലെ മധുരമുള്ള വെറൈറ്റിയാണ്. ഡയറക്റ്റ് കഴിക്കുന്നതുകൊണ്ടാണ് വരുന്നത്. ഇവിടെ കാഴ്ച റിസൾട്ട് കായ്ക്കുന്നുണ്ട് എന്തായാലും. നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഇതൊരു ഫ്ലവർ വരുന്നുണ്ട്, ഈ പരുവത്തിൽ ഫ്ലവർ വരുന്നുണ്ട്. പിന്നെ കെപ്പലിൻ്റെ തൈകളാണ് കെപ്പലിൻ്റെ ചെറുതൈകളാണ്, വലുതിപ്പോൾ വരുന്നില്ല. ഈ സൈസാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്ക് ഓർണമെൻ്റൽ ആയിട്ടുള്ള നന്ദറവട്ടം അങ്ങനത്തെ ഐറ്റംസിൻ്റെ ചെറുതൈകളാണ്. പിന്നെ ഇതൊക്കെ ജബോട്ടിക്കാബ, റെയിൻ ഫോറസ്റ്റ് ലോങ്ങിൻ്റെ വെറൈറ്റിയാണ്. ഡയമണ്ട് റിവർ നമുക്കൊരു 550 തൈകളാണ് റീറ്റെയിൽ വരുമ്പോൾ. കടപ്പിലാവിൻ്റെ ലെയർ തൈകളാണ്. ഈ ലെയറും ബഡും തമ്മിൽ അധികം വ്യത്യാസം, കായ്ക്കാനുള്ള ഡിഫറൻസ് ഉണ്ടോ? കായ്ക്കാൻ താമസമില്ല. ബഡ് നമുക്കൊന്നൊരു വളർച്ച കൂടുതലുണ്ടാവും ബഡിന്. ഇത്രയുള്ള വ്യത്യാസമുള്ളൂ. അത് ഞാവലുണ്ടോ? അത് ഞാവലിൻ്റെ ബൊറോളി ഞാവൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ബൊറോളി ഇതെന്താ സാധനം? ഇതൊക്കെ സീഡ്ലെസ് നാരകത്തിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പാണ്. നാരകം ഇങ്ങനെ തന്നെയാണ്, വെരിഗേറ്റഡ് ആണ് നാടകം. പുളി തന്നെയല്ലേ? ആ പുളി തന്നെ. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? നമുക്ക് റീറ്റെയിൽ വരുമ്പോൾ ഏകദേശം 80 രൂപ. അത്രേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ബ്ലാക്ക് സുവർണംചെറിയാണ്. സുവർണംചെറിയുടെ ബ്ലാക്ക് നമുക്ക് കായ്ക്കാനൊക്കെ നമുക്ക് ഏകദേശം 1.5 കൊല്ലമൊക്കെ മതി. നമ്മൾ ചെറിയ കവർ നിർത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാഴ്ച കിട്ടും. നോർമലല്ല, സ്വീറ്റുള്ള ടൈപ്പ് വെറൈറ്റിയാണ് ബ്ലാക്ക് സുവർണ. അത്തി ഉണ്ടല്ലോ? അത്തിപ്പഴമുണ്ട്. ഏത് വെറൈറ്റി? ഇത് നമുക്ക് ഇസ്രായേൽ എന്ന് പറയും. ഈജിപ്ഷ്യൻ അല്ല, മറ്റേ തുർക്കി എത്തി വേറെ ഉണ്ട്. ഇല്ല, അത് നല്ലത് ശരിക്കും നമുക്ക് പണ്ട് തൊട്ടുള്ള വെറൈറ്റിയാണ് ഈ വെറൈറ്റി. പിന്നെ അതൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് നല്ല വെറൈറ്റി, ഇതിനേക്കാളും നല്ല കാപിടുത്തവും കായും നല്ല മധുരമുള്ളതാണ് പറയപ്പെടുന്നത്. നമ്മുടെ കയ്യിൽ കാച്ചു തൈകളില്ല. ഇതെന്താ ഈ ചന്ദനാണ്? ചന്ദനത്തിൻ്റെ തൈകളാണ്. എന്ത് വില ഉണ്ട്? നമുക്ക് റീറ്റെയിൽ ഒരു ഏകദേശം 40 രൂപ. അത്രേ ഉള്ളൂ അല്ലേ? കൂടുതൽ എടുക്കാമെന്ന് നമുക്ക് പിന്നെ റേറ്റ് മാറ്റി വരുത്തി കൊടുക്കാം. ഇതൊക്കെ പീച്ചൊക്കെയാണ്. പീച്ച്, ഇത് ഏപ്രിക്കോട്ട്, ട്രോപ്പിക്കൽ ആപ്രിക്കോട്ട്. ഇത് കാപിടുത്തം എങ്ങനെയാണെന്ന് അറിയാം. നമുക്കിപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് തൈകൾ വരുന്നുണ്ട്. കാച്ചതിൻ്റെ 1-2 സ്ഥലത്തൊക്കെ നമ്മുടെ മണ്ണത്തിൽ തന്നെ നഴ്സറികളിൽ 1-2 സ്ഥലത്ത് കാച്ചതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായി. നാഷണൽ റോസ് ഗാർഡനിലൊക്കെ കാച്ചതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായി. ശരിക്കും തണുപ്പ് ട്രോപ്പിക്കൽ വെറൈറ്റി. ഇത് ഫുയു എന്ന് പറഞ്ഞൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. കാലാവസ്ഥ പ്രശ്നമല്ല, ഇതിൽ ട്രോപ്പിക്കൽ വരുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുന്ന ടൈപ്പ് വെറൈറ്റികൾ വരുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ ഉണ്ട്. ഡ്രാഗൻ്റെ വെറൈറ്റി? അത് ഡ്രാഗൻ്റെ അമേരിക്കൻ ബ്യൂട്ടി റെഡ്, ഉള്ള റെഡ് അതായത് റൗണ്ട് കായ. നമ്മൾ ഈ കണ്ടത് സ്വീറ്റ് ബുഷ് ഓറഞ്ച് ആണ്. നോർമൽ ബുഷ് ഓറഞ്ചിൻ്റെ ഇത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇത് നന്നായിട്ട് നമ്മളെ നാട്ടിൽ കായ്ക്കുന്നുണ്ട്. മഴ ചെറിയൊരു പ്രശ്നമുണ്ടോ? മഴയത്ത് നമുക്ക് ഇലകൾക്ക് കേടുവരും. അതായത് ഇപ്പോൾ കാണുന്ന വിയറ്റ്നാം മൾട്ടയ്ക്ക് അതുപോലെ ഈ സ്വീറ്റ് ബുഷ് ഓറഞ്ചിനുണ്ട്. മഴയത്ത് പുറത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ മണ്ണ് തെറ്റായ ചെടികളാണെങ്കിൽ കുഴപ്പമില്ല. കവറിലാണെങ്കിൽ ഇലയ്ക്ക് ചീച്ചൽ വരുന്നുണ്ട്. ഇത് നേരത്തെ കണ്ട തുർക്കി എത്തിയാണ്, അല്ല ഇസ്രായേൽ എത്തിയാണ്. തുർക്കി എത്തിയാ കാണുന്നത്. ഇത് നമുക്ക് പാഷൻ ഫ്രൂട്ട്, റെഡ് പാഷൻ ഫ്രൂട്ട് തൈകളാണ്. ഒരു 20 രൂപ. ഇതൊക്കെ ജബോട്ടിക്കാവല. ഇത് മട്ടോവ. മട്ടോവ തൈകളാണ്. സീഡല്ലേ? മട്ടോവ സീഡാണ്. മട്ടോവ നമുക്ക് ഗ്രാഫ്റ്റ് കറലൊന്നും വരവില്ല. ചെറിയ കവറാണ്, കൊണ്ടുപോകാൻ എളുപ്പമാണ്. നമുക്ക് റീറ്റെയിലൊക്കെ ഏകദേശം ഒരു 150 രൂപ. വലിയ മരാവുന്നു മാത്രം. മരാവുന്ന ഒരു സൈസാണ്. അതെ, മരാവും. ഇത് ഇവിടെ കുറച്ച് സെക്ഷൻ ഉണ്ട്. അതൊക്കെ എന്ത് ആയിരിക്കുന്നത്? അത് നമുക്ക് മുള്ളാത്തര തൈകളാണ്. മുള്ളാത്തയുടെ ഏറ്റവും ചെറിയ ടൈപ്പ് തൈകളാണ്. 30 രൂപ മുതൽ ഒരു കൊല്ലം കൊണ്ടൊക്കെ കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഇത് അരിനെല്ലി അല്ലേ? അരിനെല്ലി. അരിനെല്ലി ഇതെന്താ റേറ്റ്? ഇത് 20 രൂപ. പിന്നെ അത് കുരുമുളക്. ഇതൊക്കെ മലവേപ്പ്. ഇതും തടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പാണ്. വേപ്പാണത്? ഇത് മലവേപ്പ് എന്ന് പറയും. അല്ല, തടിക്ക് പ്ലൈവുഡിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉയരം വെക്കുന്ന, ഏറ്റവും പെട്ടെന്ന് ഉയരം വെക്കുന്ന ടൈപ്പ് മരമാണ് തടിക്ക് ഉപയോഗിക്കുന്ന ടൈപ്പിൽ. ഇതും അരിനെല്ലി. ഇതേതാ? കുരുമുളക്. ഇത് കുരുമുളക് നമുക്ക് കരിമുണ്ട. അപ്പോൾ അത് ചന്ദനല്ലേ? ചന്ദനത്തിൻ്റെ നല്ല തൈകളവിടെ ഉണ്ട്. ഇനി ഇവിടെ ഒരു ലോകം ഉണ്ട്. ഇതൊക്കെ പുതിയതൊന്നാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ നോർമലി പഴയ വെറൈറ്റീസ് ഉണ്ട്, പുതിയ ടൈപ്പ് വെറൈറ്റീസ് ഉണ്ട്. ഇത് റംബുട്ടാൻ്റെ റോങ് റെയിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അത്യാവശ്യം ഒരു 6 അടിയൊക്കെ ഉള്ള ടൈപ്പ് തൈകളാണ്. ഇതോ? അത് നമുക്ക് ജാവ ഞാവലാണ്. ഞാവലത്തെ ജാവ. ശരി. ഈ ജാവയാണ് അത്യാവശ്യം നന്നായിട്ട് കായ പിടിക്കണമെന്നുള്ളൂ നമ്മുടെ നാട്ടിൽ. ജാവ നമുക്ക് പെട്ടെന്ന് കഴിയുന്ന തായ്ക്കിങ് ഞാവലാണ്. അത് വലിയ വലിപ്പമുള്ള ഇല അതുണ്ടല്ലോ ഇവിടെ? അതുണ്ട്. നമുക്ക് നിലവിൽ ചെറുതൈകളിൽ തന്നെ ഫ്ലവറിൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഇത് കെൽഡാങ്, ആഞ്ഞിലിച്ചൊക്കെ. ഇത് പെട്ടെന്ന് കഴിയുന്ന വെറൈറ്റിയാണ്. ഇതിപ്പോൾ കഴിക്കണം. സ്റ്റോക്ക് കുറവാണ്. നമുക്ക് ഒരു 15 ദിവസത്തിനകം സ്റ്റോക്ക്. തൃശ്ശൂർ ഒരു വീട്ടിൽ കാഴ്ച എടുക്കാം. നമുക്ക് കവറിൽ നിലവിൽ പൂത്ത തൈകളൊക്കെ ഉണ്ടായിരുന്നു. ശരി. പോയില്ല?
ഇത് സർവ്വസുഗന്ധി ഓൾ സ്പൈസ് എന്ന് പറയുന്ന അതിൻ്റെ ചെറുതൈകളാണ്. ഓക്കെ ഓക്കെ. ഇതോ അത് നമുക്ക് ഓർണമെൻ്റ് ആയിട്ട് വെക്കുന്ന പാണ്ട ഫൈക്കസ് എന്ന് പറയും. മരമായിട്ട് വരുന്ന ടൈപ്പാണ്. ഈ കാണുന്ന കിലോപേര. കിലോപേരയുടെ വലിയ തൈകൾ നമുക്ക് ഏകദേശം ഒരു 120 രൂപ. വലുതല്ല, ഒരു മീഡിയം ടൈപ്പ്. 120 രൂപ റേറ്റ് വരുന്ന ടൈപ്പ് തൈകളാണ്. സീഡ്ലെസ് ലെമൺ. സീഡ്ലെസ് വേറെ വെറൈറ്റിയാണ്. കോക്ടെയിൽ ലെമൺ എന്ന് പറയും. അതെ, എന്താ വ്യത്യാസം? പുറത്ത് ലിക്കറിൻ്റെ കൂടെയൊക്കെ ടൈപ്പ് ഉപയോഗിക്കുന്ന ലെമണാണ്. ഇതിൻ്റെ കായുടെ ഷേപ്പും മാറ്റം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കായ്ച്ചിട്ടില്ലല്ലേ? ഇവിടെ കാഴ്ച നമുക്ക് ഫസ്റ്റ് ടൈം ഒരു 2 മാസത്തിനുള്ളിലാണ് ആയിട്ടുള്ള തൈകൾ വന്നിട്ട്. ഇതാണ് സപ്പോട്ട അല്ലെങ്കിൽ തായ് കിങ് സപ്പോട്ട, തായ് ജംബോ സപ്പോട്ട എന്നൊക്കെ പറയും. ഇത് എത്ര വില ഉണ്ടത്? ഇത് റീറ്റെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ 400 രൂപ. ഏകദേശം ഒരു 4-5 അടി ആയിട്ടുണ്ട്. ഇതിൻ്റെ വലിയ തൈകളുണ്ട്, വലിയ കവറിൽ ബുഷായിട്ടുള്ള തൈകളുണ്ട്. 1000 രൂപയാണ് റേറ്റ് വരിക. പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റിയാണ്. ഇത് നമുക്ക് കുംകാറ്റ് എന്നൊക്കെ പറയും. ഇസ്രായേൽ ഓറഞ്ച്, സലാഡ് ഓറഞ്ച്, കുംകാറ്റ് ഓറഞ്ച്, തൊലിയടക്കം കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് വെറൈറ്റിയാണ്. ഈ കാണുന്നതൊക്കെ വിയറ്റ്നാം മാൾട്ടയുടെ തൈകളാണ്. വിയറ്റ്നാം മാൾട്ട നമുക്ക് ഇതിൻ്റെ ഒരു 20 ദിവസം നമുക്ക് ഇതിൻ്റെ വലിപ്പമുള്ള തൈകളൊക്കെ വരുന്നുണ്ട്. കായുള്ള തൈകളും വലിപ്പമുള്ളതൊക്കെ ആയിട്ട്. വിയറ്റ്നാം മാൾട്ടൊക്കെ കായ്ക്ക് എത്ര സമയം എടുക്കുന്നുണ്ട് ഇവിടെ? നമുക്ക് ഇതിന് തൊട്ട് മുന്നത്തെ ബാച്ച് വന്ന തൈകൾ ഒരു 1-2 പീസ് നമ്മൾ സാമ്പിളിന് വേണ്ടി കവർ മാറ്റി വെച്ചത് ഇരിപ്പുണ്ട് അവിടെ. അതിന് ഫ്രൂട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്നിട്ട്, അതായത് നിലവിൽ സാധാരണ എല്ലാവരും കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. വലുപ്പമുള്ള തൈകളിൽ ചെറിയ കായകൾ, അതായത് ഒരു ബട്ടൺ സൈസൊക്കെ കായകൾ നോക്കിയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ വന്നിട്ട് 3 മാസം കഴിയുമ്പോഴത്തേനും പാകാവുന്ന പരുവത്തിൽ നമ്മുടെ കയ്യിൽ ഇവിടെ ഇതേ ടൈപ്പ് ചെറിയ തൈ വന്നിട്ട്, അതായത് കായ പൂവൊന്നുമില്ലാത്ത തൈ വന്നിട്ട് അതിരുന്ന് കാച്ചയുടെ തൈ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മൾ അബിയുടെ തൈകളാണ്. ഒരു അല്ലല്ല, ഇതിലിപ്പോൾ നമുക്ക് വെറൈറ്റി പറയാറില്ല അങ്ങനെ. മിക്സ് വരുന്ന കാരണം 1.5 അടി 2 അടിയൊക്കെ വലിപ്പമുള്ള ടൈപ്പ് തൈകളാണ്. നമുക്ക് അത്യാവശ്യം ഒരു 10,000-3000 തൈയൊക്കെ ക്വാണ്ടിറ്റി ഇരിപ്പുണ്ട്. തൈകൾ ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ. നമുക്കൊരു 150 തോതിലൊക്കെ ഇത് കൊടുക്കാൻ പറ്റും. ഇത് വൈറ്റ് ഞാവലാണ്. വൈറ്റ് ഞാവലിൻ്റെ കുറച്ച് ഗ്രോത്ത് ഉള്ള തൈകളാണ്. ഇതിൻ്റെ വലിയ തൈകളുണ്ട്, ഒരു 6 അടിക്കുള്ള വലിപ്പമുള്ള തൈകളുണ്ട്. നമ്മൾ തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. അത് 2 പാർട്ടായിട്ടാണ് വീഡിയോ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആകുന്ന വരണേ ഞാൻ പതുക്കുന്നത് കട്ട് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേനും അടുത്ത വീഡിയോ വരും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ, ലൊക്കേഷൻ മാപ്പൊക്കെ ഇടാം. പെട്ടെന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവർക്ക് റേറ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റും. വീഡിയോയിൽ ഫുള്ളായിട്ട് റേറ്റുകൾ പറഞ്ഞിട്ടില്ല, അത് ഹോൾസെയിലുള്ള കാരണമാണത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ബൈ.